ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. എൻ്റെ അമ്മേൻ്റെ കൂടെ ഞാൻ സ്റ്റുഡിയോ പോകണം എന്ന് ഞാൻ പറയുന്നുണ്ട്. കുറേ നാളായി ഈ മന്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് സെയിൽ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പറഞ്ഞ അമ്മയെ സ്റ്റുഡിയോ പോകാം. അങ്ങനെ പറഞ്ഞ് 10-ാം തീയതി ഇന്നാണ് ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ, അപ്പോൾ ബാക്കി അമ്മയ്ക്കുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം. അത് വേറെ തന്നെ ബാക്കിൽ അത് വരും. പക്ഷേ എൻ്റെ വോയിസ് ഒരു ഫസ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഇടണമെന്നൊരു ഷോർട്ട്സ് ആയിട്ടൊന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞു ഇട്ടോ അതെന്താ അമ്മേൻ്റെ ചാനലാണെന്ന് ഇട്ടു. നമ്മൾ ചോദിച്ച് റിക്വസ്റ്റൊക്കെ യൂട്യൂബറിൻ്റെ അടുത്ത് റിക്വസ്റ്റൊക്കെ ഇടണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വോയിസ് റേസ് ഇടണം. ഞാൻ പിന്നെ വോയിസ് റേസാണ് വാസലിൻ്റെ വോയിസ് റേസാണ് ഇടുന്നത്. ബിക്കോസ് എൻ്റെ ഡ്രൈ സ്കിന്നാണ് കുറച്ച്. അപ്പം ഞാൻ എപ്പോഴും മോയ്സ്ചറൈസർ ഇടും. ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല, കാരണം കൂടുതലായിട്ട് ഈ ഒരുമാതിരി ഇങ്ങനെ ഒരു വല്ലാത്തതാണ്. ഞാൻ കുറച്ച് പിന്നെ എനിക്കിങ്ങനെ ഇടുന്ന രീതി ഇന്നതാണ് അന്നതാണ് ഇത് കഴിഞ്ഞിട്ട് അത് ഇടാൻ പാടുള്ളൂ എന്നൊന്നും അറിയില്ല. എനിക്ക് ഐഡിയറായിട്ടത് മനസ്സിലായി ഞാൻ ഇട്ടു. എന്തെടുത്താലും പിന്നെ കുറക്കാൻ ഇതാക്കാൻ പറ്റും. ഇതിമാണ് ലിബാം. ഞാനിങ്ങനെ കളിക്കണമെങ്കിൽ വലിയ ആൾക്കാരൊക്കെ ഇടത്തിൽ കാണിച്ചിട്ട് അതുകൊണ്ടാണ് ഞാൻ അത്ര പ്രത്യേകിച്ച് ഒന്നും നേരത്തെ മേടിച്ചതാണ്. ഞാൻ അല്ലെങ്കിൽ ചെറിയ എല്ലാവർക്കും വേണ്ടി ഞാൻ പക്ഷേ ഇടൂല. പൊതുവെ എനിക്ക് കുരു എന്ന പ്രശ്നമുണ്ട്. ഇങ്ങനത്തെ സാധനമൊന്നും എനിക്ക് പറ്റൂല എന്നല്ല, ഞാൻ ഇട്ട് ശീലിക്കാത്തതുകൊണ്ടാണോ എനിക്കറിയില്ല. എനിക്കിഷ്ടമല്ല അറിയാം. എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഈ സാധനമൊക്കെ ഇട്ടിട്ടാണ് പണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞു ചുമ്മാ പറഞ്ഞു കേട്ടോ, ഒരു തമാശ. മണം കൊള്ളാം, എനിക്കിഷ്ടം. പക്ഷേ ഇതില്ലേ കുറച്ച് കഴിഞ്ഞാൽ എന്താ ഒരു ഒട്ടി നിൽക്കും. എനിക്കതാണ് അത്ര. എനിക്ക് ഓയിൽ ഇഷ്ടമല്ലാത്ത കാരണം അതാണ്. ഓയിൽ സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഓയിൽ തേക്കില്ല. അതുകൊണ്ടാണ് എനിക്ക് മോയ്സ്ചറൈസർ ഇടേണ്ടി വരുന്നത്. ചുമ്മാ ഇതൊക്കെ ഒരു രസമല്ലേ. നമുക്ക് ലിപ്സ്റ്റിക്ക് ഉണ്ടാ. എൻ്റെ ലിപ്സ്റ്റിക്ക് ഇതാണ് രസം. എല്ലാവരുടെയും സ്വാഭാവികമായിട്ടും എൻ്റെ ഷെയ്ഡ് 30 ആണെന്ന് തോന്നുന്നു. ഞാൻ മറന്നു. ബാഗിലുള്ള സാധനമൊക്കെ ഞാൻ പൊളിച്ചളഞ്ഞുകൊണ്ട് പറഞ്ഞുതരാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ലിപ് ബാം കൂടി ഇട്ടുകൊണ്ട് കുറച്ച് ഓവറായിട്ട് നിൽക്കുന്നുണ്ട്. സാരമില്ല, ഒന്ന് ഇതായിട്ട് ഞാൻ കുറച്ച് കളയാം. നമുക്ക് കണ്ണെഴുതണ വീഡിയോ ഞാൻ കാണിക്കൂല. കാരണം ഒരു കണ്ണ് ഇവിടെ ഇങ്ങനെയാണ്, ഒരു കണ്ണ് അപ്പുറത്ത് വേറെ രീതിക്കായിരിക്കും. എഴുതാൻ പോണ ഡാസ്ലുണ്ട്, എല്ലാവരുടെയും സെയിം ലാക്മി ഡാസ്ൽ. ഞാൻ അതിൻ്റെ വീഡിയോ എഴുതിയിട്ട് കാണിച്ചു തരില്ല. കാരണം ഞാൻ എത്ര പ്രാവശ്യം ഈ കണ്ണ് ഒരു രീതിക്കായിരിക്കും, ഈ കണ്ണ് വേറെ രീതിയായിരിക്കും. എല്ലാ ഗേൾസിനുമുള്ള പ്രോബ്ലംസ് ആയിരിക്കാം. ഞാൻ എഴുതിയിട്ട് വായിക്കാൻ തരാം. അങ്ങനെ എന്തോ വായിച്ചത് 2 കണ്ണ് ഏകദേശം ഒരേപോലെ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടോട്ട് വെക്കാം. പൊട്ട് വേണോ വേണ്ടയോ ഞാൻ കുറച്ച് നേരം ആലോചിച്ചു. പിന്നെ ഓർക്ക് തൊടാം. അയ്യോ പറ്റി. മുടിയിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേ ഞാനിങ്ങനെ തന്നെ ചീഞ്ഞിട്ടില്ല, വിളിച്ചിട്ട് വെള്ളം പോലെ വിളിക്കും. ഞാൻ ഇട്ടുകൊണ്ട് പോവാറ് സ്കൂളിലും അതേപോലെ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇടാമെന്ന് ഓർത്തു. ഞാൻ പോയി മുടിയൊന്നും ചീരി ചെടിയൊക്കെ കളിക്കട്ടെ. എന്നിട്ട് ഔട്ട്ലുക്കായിട്ട് ഞാൻ ഫുൾ ഔട്ട്ലുക്കായിട്ട് വരും.
അപ്പം എൻ്റെ അതേ ഞാൻ കംപ്ലീറ്റ് റെഡിയായി നിൽക്കുന്നതാണ്. ഇനി പോയാൽ മതി. ഇത് അമ്മ അവിടെ റെഡിയാവുന്നുണ്ട്. ഇനി എപ്പോൾ ഇടക്കിട്ട് കയറി വരുമെന്ന് പറയാം. ഇതാണ് ഒരു ക്ലിപ്പ് എടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കൂട്ടുകാർക്ക് ഇതേൻ്റെയാണ്. അവളിൽ നിന്ന് ഇന്നലെ ഞാൻ എടുത്ത തല അവൾ വെച്ചുകൊണ്ടിരിക്കണേ. ഞാൻ പിന്നെ ചൂടെടുത്ത മുടിയിട്ടാൻ വേണ്ടി ഇങ്ങനെ മുടി എടുത്തുകൊണ്ട് വന്നതാണ്. കൊടുക്കണം, പക്ഷേ അല്ലെങ്കിൽ അവൾ എന്നെ കടിച്ച് തിന്നും. വന്നിണ്ടേ ഒരത്തെ അവൾ അവിടെ റെഡി ആയിട്ട് വാ ഇങ്ങോട്ട് ആന്ന് വിളിച്ചാന്നുള്ളൂ. പകുതി റെഡി ആയിട്ട് ഓണർ ദേ ഇവിടെ പകുതി റെഡി ആയിരിപ്പുണ്ട്. ചിരിച്ച കൂട്ട് ചിരിക്ക്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഈ സ്റ്റുഡിയോയിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരാം. വീഡിയോ ഒക്കെ ബാക്കി സുമ ബാക്കിൽ നിന്ന് അപ്ലോഡ് ചെയ്യും. അതൊക്കെ കാണുക, സുമേനെ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, പച്ചമണി നിങ്ങളുടെ സ്റ്റുഡിയോ ലവേഴ്സിനും ഷെയർ ചെയ്യുക വീഡിയോ. ഞങ്ങൾ പോയി കറങ്ങിയിട്ട് സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് തരും. ബൈ.